ഉദ്ഘാടകനായി കേരളത്തിലെ സ്നേക് മാസ്റ്റർ ശ്രീ വാവസ്വേഷനെ ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു സാമൂഹ്യ സ്നേഹിയാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വളരെ സന്തോഷം. KCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കോട്ടമുക്ക് ചുനക്കരയുടെ ഇന്നത്തെ 2024 10-ാം മാസം 6-ാം തീയതി നടക്കുന്ന രണ്ടാമത് അഖില കേരള വടംവലി മാമാങ്കത്തിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതിലുപരി നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കാനൊക്കെ എല്ലാ നല്ലവരായ നാട്ടുകാരും കഴിവിന്റെ പരമാവധി കഴിയുമെങ്കിൽ നിങ്ങൾ നമുക്ക് ഒരുപാട് കസേരകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മാറി നിൽക്കാതെ കസേരയിൽ വന്നിരുന്ന് നമ്മുടെ ഈ പരിപാടിയോട് സഹകരിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ KCC ആർട്സ് ആൻഡ് സ്പോർട്സ് ഞാൻ തമിഴ്നാട്ടുകാരനായിരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അതെന്റെ കുഴപ്പമല്ല. എന്റെ അച്ഛൻ്റെ അമ്മയുടെ ഒറിജിനൽ കളറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിലൊക്കെക്കാരെ കളറൊന്നും കിട്ടിയിട്ടില്ല. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അതിലുപരി എനിക്ക് തോന്നിയത് നമ്മുടെ എന്താ പറയുക വടംവലി മഹോത്സവം അമ്മമാരെയും കുഞ്ഞു മക്കളെ കണ്ടത് വളരെ സന്തോഷം. കാരണം നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. കാരണം പിന്നെ വിഷമമാണ്, വളരെ വിഷമമാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരം ജില്ലയില് കിള്ളിപ്പാലത്തിനടുത്ത് താമസിക്കുന്ന ഷിബു എന്നുള്ള ചെറുപ്പക്കാരൻ പൊന്മുടിയിൽ വെച്ച് മുറുക്കൻ പാമ്പിന്റെ കടിയേറ്റ് മരണപ്പെട്ടു. നിങ്ങൾ എല്ലാവരും വാർത്ത കേട്ടു. പക്ഷെ വാർത്തകൾ അതിന്റെ പിന്നിൽ ഒത്തിരി കഥകളുണ്ട്. അതെനിക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വനംവകുപ്പിന്റെ ഒരു 10 ലക്ഷം രൂപ പിള്ളേക്ക് കിട്ടും, അത് കിട്ടാതെ പോകുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാം. പക്ഷേ അതിലുപരി എന്റെ അമ്മമാരെ ഓർക്കണം, എന്റെ പെങ്ങന്മാരെ ഓർക്കണം, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഓർക്കണം. എന്താണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ കുഞ്ഞു മക്കൾക്ക് പാമ്പ് കടി കിട്ടിയ വർഷം ഏതാണെന്ന് നിങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞ് ചോദിച്ചിട്ട് 2024 വരെ 25-ാം ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ കണ്ണുമടച്ച് പറയുക അത് 2000 ും അതിന്റെ അടിയിൽ മാളമുണ്ടെങ്കിൽ ആ മാളത്തിലിരിക്കും. പിന്നെ 60 ദിവസം കഴിയുമ്പോൾ മുറുക്കൻ പാമ്പ് മുട്ടയിടും. പിന്നെ 55 മുതൽ 60 ദിവസം എടുക്കുമ്പോൾ മുട്ട വിരിയും. അപ്പോഴായിരിക്കും നിങ്ങൾ അറിയുന്നത് അതുവരെ തള്ളപ്പാമ്പ് രാത്രിയെ സഞ്ചരിക്കാറുള്ളൂ, പകൽ സഞ്ചരിക്കാറില്ല. അപ്പൊ നിങ്ങൾ കാണില്ല. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് അയ്യോ പാമ്പും മുട്ട എന്റെ വീട്ടിൽ വിരിഞ്ഞല്ലോ എന്ന്. അപ്പോൾ അപകടമാണ്. കുഞ്ഞുങ്ങൾ കടിച്ചാൽ ജീവൻ നഷ്ടപ്പെടില്ല എങ്കിലും അതും അപകടമാണ്. മെഡിസിൻ കൊച്ചു മക്കൾക്കൊക്കെ അപകടമാണ്. ഞാൻ എന്റെ മനസ്സ് ജില്ലയിൽ ഞാൻ വന്നു. കൊറോണ സമയത്ത് എല്ലാ ജില്ലയിലും വന്നു. ഞാൻ വന്ന് കണ്ടെത്തി അവിടെ ഒരു കിറ്റ് കിട്ടാത്ത വീടുകൾ എവിടെയാണ്. അങ്ങനെ ഒരു 25 വീട്, 30 വീട്, 15 വീട് ഇങ്ങനെ കണ്ടെത്തി അവർക്കൊക്കെ കിറ്റുകൾ കൊണ്ട് കൊടുത്തു. ആരും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് കൊറോണ എന്റെ എവിടെയൊക്കെ ഡ്യൂട്ടി ചെയ്ത പോലീസുകാർക്കൊക്കെ അറിയാം. ഞാൻ സഞ്ചരിക്കുമ്പോൾ എന്റെ വണ്ടിയിൽ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. ഞാൻ എല്ലായിടത്തും സഞ്ചരിച്ചു. പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയായ കൊല്ലം ജില്ലയിൽ ആയൂർ ഒരു പാമ്പിനെ അയ്യോ പാമ്പെന്നാണ് അറിഞ്ഞെങ്കിൽ ഞാനത് ഇറക്കാൻ അനുവദിക്കത്തില്ല. ഞാനൊരിക്കലും അയ്യോ പാമ്പ് എന്ന് പറയാറില്ല. പാമ്പെന്നേ പറയുള്ളൂ. ലോകത്തിലെ ഏറ്റവും സാധുവായ ജീവി. കാഴ്ചയില്ല, കേൾവിയില്ല, ഓർമ്മയില്ല, മൂക്കൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയില്ല,
കൈയും കാലും ഇല്ലാത്ത ജീവി. ഇതിനെയാണ് നിങ്ങളൊക്കെ ഭീകര ജീവി എന്നത്. എന്റെ ഈ പ്രോഗ്രാമിൽ KCC ആർട്ട് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊതുജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഈ വടംവലിക്ക് പങ്കെടുക്കുന്ന മുഴുവൻ ടീമംഗങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ നിർബന്ധമായിട്ട് രാത്രി ഈ പറമ്പിൽ, ഒഴിഞ്ഞ പറമ്പിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നിർബന്ധമായിട്ട് ചെരുപ്പ് ഉപയോഗിക്കുക, ചപ്പൽ ഉപയോഗിക്കുക, തട്ടി നടക്കുക. അതുപോലെ രാത്രിയിൽ സെക്യൂരിറ്റി പണിക്ക് പോകുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഏതെങ്കിലും ഓഫീസിന് മുന്നിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഒരിക്കലും മിണ്ടാതെ കസേരയിൽ ഇരിക്കരുത്. ഒന്നീ കസേരയിൽ മറ്റൊരു കസേര കാല് പൊക്കി വെച്ചിരിക്കുക, അല്ലെങ്കിൽ കാലിങ്ങനെ ചറയിട്ട് തട്ടിയിരിക്കുക. തട്ടിയിരിക്കുമ്പോൾ ആ തരംഗം ഉണ്ടാവും, ആ പരിസരത്തോടെ പിഴജന്തുക്കളും വരികയില്ല. പിന്നെ നിങ്ങൾ അയ്യേ പാമ്പെന്ന് പറയുമ്പോ എനിക്ക് ചിരി വരും. ലോകത്തില് കുളിക്കാതെ ഡ്രസ് മാറുന്ന ഒരേ ഒരു ജീവികൾ, അത് പാമ്പുകൾ മാത്രമല്ല. ചട്ട പൊഴിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ജീവി. നിങ്ങൾക്ക് നോക്കൂ, ലോകത്തിലെ 2 സൗന്ദര്യമുള്ള ജീവികളാണ്. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള 2 ജീവികൾ. ദൈവം ഒരു കാര്യത്തിൽ മാത്രമേ നമ്മളെ ചതിച്ചിട്ടുള്ളൂ, ആണുങ്ങളെ ചതിച്ചിട്ടുള്ളൂ. കാരണം ലോകത്തുള്ള എല്ലാ ജീവികളിലും ആണുങ്ങളാണ് ഭംഗിയുള്ളത്. കോഴിയായിരുന്നാലും മയിലായിരുന്നാലും സിംഹമായിരുന്നാലും ഒക്കെ. പക്ഷേ ഒരു കാര്യത്തില് നമുക്ക് സന്ധ്യയാകുമ്പോ വായും പൊളിച്ചില്ല, ആ മരിച്ചിരിക്കട്ടിന്റെ മണം വരുന്നത് പാമ്പ് വന്ന് വായും പൊളിച്ചിരിക്കുന്നു. ശരിയാണ്. കാരണം നമ്മുടെ കേരളത്തിലെ മുഴുവൻ പാമ്പുകളും 6 മണിയാകുമ്പോ വാച്ച് കെട്ടിയിരിക്കുന്നത്, കൃത്യസമയം 6 മണിയാകുമ്പോ വന്ന് എന്ന് പറഞ്ഞ് വായും പൊളിച്ചിരിക്കുകയാണ്. എന്റെ അമ്മമാരെ, എന്ത് ശുദ്ധമായ മണ്ടത്തരമാണ്. ലോകത്തിന് വായിൽ കൂടി മണം പുറത്തേക്ക് വിടാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയേ ഉള്ളൂ. അത് പാമ്പുകളോ ആനയോ കടുവയോ സിംഹമോ ഒന്നും അല്ല. കല്യാണം കഴിഞ്ഞ ചേച്ചിമാര് വീട്ടിൽ പോയി ഒന്ന് പരീക്ഷിക്കുക. 2 ദിവസം 3 ദിവസം അടുപ്പിച്ച് പല്ല് തേക്കാതിരിക്കുക. എന്നിട്ട് 4ാമത്തെ ദിവസം രാവിലെ ഉറക്കമണിയിട്ട് ചേട്ടന്റെ അടുത്ത് വന്നിട്ട് ചേട്ടന്റെ മൂക്കിന്റെ അവിടെ ചേച്ചിയുടെ വായു കൊണ്ടുവച്ചിട്ട് ചോദിക്കണം, ചേട്ടാ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വായിൽ കൂടി മണം പുറത്തേക്ക് വിടുന്ന ജീവിയാണത് ഏതാണ്. ചേട്ടന്റെ ബോധവും പൊക്കണമൊക്കെ അതുകൂടെ പോയി കിട്ടുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നിങ്ങൾ അമ്മമാര് പറയാറുണ്ട്, ചിലപ്പോ പാമ്പ് വരാതിരിക്കാൻ വെളുത്തുള്ളി ചതച്ചൊഴിക്കണം. ശരിയാണ് അമ്മമാരെ. പാമ്പ് വരാതിരിക്കാൻ വെളുത്തുള്ളി ചതച്ചൊഴിക്കുകയല്ല ചെയ്യേണ്ടത്. 1/2 കിലോ വെളുത്തുള്ളി വാങ്ങിച്ച് നന്നായിട്ട് പൊള്ളിച്ച് തൊലി കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് 1/2 കിലോ വെളുത്തുള്ളി ആണെങ്കിൽ അതിന് വേണ്ടുന്ന കുറച്ച് മല്ലിയും മുളകും ഒക്കെ ഇട്ട് ശകലം ഉപ്പും ഒക്കെ ഒഴിച്ച് നല്ല അച്ചാറുണ്ടാക്കി ചമ്പാവരി കഞ്ഞിയും വെച്ച് കുടിക്കുക. ചമ്പാവരി കഞ്ഞിയും വെളുത്തുള്ളി അച്ചാറും സൂപ്പറാണ്, അടിപൊളിയാണ്. അല്ലാതെ പാമ്പ് വെളുത്തുള്ളിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പണ്ട് നിങ്ങൾക്കറിയാം, മുത്തശ്ശിമാര് വീട്ടിന്റെ പുറകിൽ ചെറിയ അമ്മിയിൽ വെച്ച് ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചമ്മന്തി അരച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ചമ്മന്തി അരയ്ക്കുമ്പോൾ അമ്മ ഒരു കിണ്ണത്തിൽ വെള്ളം കൊണ്ടുപോകും. ആ കിണ്ണത്തിലിരിക്കുന്ന വെള്ളം ഇങ്ങനെ കോരി കുടഞ്ഞിട്ട് ഇങ്ങനെ കിണ്ടി കളഞ്ഞിട്ട് ആ കൈ അമ്മ എന്താ ചെയ്യുക, പിന്നീട് ഒരു തുടപ്പാല ഇങ്ങനെ ചന്തിക്കിട്ട് ഒരു തുടപ്പ. അത് കഴിഞ്ഞിട്ട് ആ കൈ കൊണ്ട് തന്നെ വീണ്ടും ഇങ്ങനെ തേങ്ങയൊക്കെ വെച്ച് ചിരണ്ടിട്ട് തേങ്ങയൊക്കെ വെച്ച് ചപ്പിച്ചിട്ട് അവസാനം ചപ്പിക്കുന്നത് എന്താണ്, ഉള്ളിയാണ്. ആ ഉള്ളി ചതയ്ക്കുമ്പോൾ എന്തായാലും അമ്മയുടെ കണ്ണിൽ തെറിക്കും. അപ്പൊ അമ്മ എന്ത് ചെയ്യും, ആ മൂക്കിക്കൂടെ കൊലിക്കും. അപ്പൊ ആ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കളഞ്ഞിട്ട് ആ കൈ കൊണ്ട് തന്നെ തേങ്ങയൊക്കെ കൂട്ടി വെച്ച് ചമ്മന്തി അരച്ച് വന്നിട്ട് അന്നത്തെ ചമ്മന്തിയുടെ ടേസ്റ്റ് അന്നത്തെ മുത്തശ്ശീര മൂക്കളയായിരുന്നു നിങ്ങൾ മറന്നു പോകാതിരിക്കുക. അങ്ങനെ ഏതോ ഒരു മുത്തശ്ശി ചമ്മന്തി അരച്ചുകൊണ്ടിരുന്നപ്പോ താഴെ കൂടെ ഒരു ചേര പോയി. ഉടനെ അമ്മ എന്ത് ചെയ്തു, ആ വെളുത്തുള്ളി ചതച്ചോണ്ടുന്ന വെളുത്തുള്ളി വാരി ആ കിണ്ണത്തിൽ കലക്കിട്ട് മക്കളെ എന്ന് പറഞ്ഞ എന്റെ ദേഹത്ത് വെച്ചപ്പോ ചേര സ്പീഡിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് ആ മുത്തശ്ശി ചെയ്തെന്താണെന്ന് അറിയാമോ, ആ മുണ്ടിന്റെ ഒരു തല ഇങ്ങനെ പൊത്തിച്ച് പിടിച്ചിട്ട് അവിടെ കിടന്ന് ചാടി, യുറേക്ക ഞാൻ കണ്ടുപിടിച്ചു വെളുത്തുള്ളി നല്ലതാണ്, പാമ്പ് വരാതിരിക്കാനെന്നല്ല അമ്മച്ചി പറഞ്ഞത്, വയറ്റിപ്പരിക്കത്തിനും ഗ്യാസിനും നല്ലതാണെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. കേട്ടവർ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. പാമ്പും വെളുത്തുള്ളിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ നിങ്ങളുടെ വീട്ടിൽ സ്ഥിരം പാമ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്കിന്ന് മണ്ണെണ്ണ റേഷൻ കടയിൽ പോയാൽ കിട്ടില്ല, സ്വർണ്ണക്കടയിൽ പോയാൽ സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റും. എവിടെ പമ്പിൽ പോയി അവർ അറിഞ്ഞിട്ട് ഡീസൽ വാങ്ങിയതിനു ശേഷം നിങ്ങൾ ആ വീട്ടിന്റെ പരിസരത്ത് സ്ഥിരം പാമ്പ് വരുന്നുണ്ടെങ്കിൽ അവിടെ ലേശം മണ്ണെണ്ണയും വെള്ളവും കൂടെ അല്ലെങ്കിൽ ഡീസൽ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അവിടേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസൽ ആസിഡ് പവറുള്ള സാധനമാണ്. പാമ്പുകൾ ഇങ്ങനെ എലിയുടെ യൂറിനോ മോഷനോ തിരിച്ചറിഞ്ഞിങ്ങനെ നാവ് കൊണ്ട് വരാൻ ശ്രമിക്കുമ്പോൾ ഈ മണ്ണെണ്ണ ആസിഡാണ് നാക്കിലേക്ക് ഇട്ട് അവ പെട്ടെന്ന് മടങ്ങി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനിത് പറഞ്ഞതിന് ശേഷം ഇന്ന് ഞാനൊരു വീഡിയോ ഉണ്ട്, പാമ്പ് വെളുത്തുള്ളിയായിട്ടൊന്നും മണ്ണെണ്ണ വെളുത്തുള്ളിയായിട്ടൊന്നും യാതൊരു ബന്ധമില്ലെന്നൊക്കെ ഒരു വീഡിയോ ഒരാൾ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ്. ഞാൻ അന്ന് സീരിയസ് ആയിട്ട് പാമ്പടിയിട്ട് കിടന്ന സമയത്ത് അദ്ദേഹം എന്ന് പറഞ്ഞു, എന്താ പറയുക, ഭീകരതയുള്ള പാമ്പൊന്നും അല്ല. പാമ്പുകൾ ഒരിക്കലും അയ്യോ പാമ്പെന്ന് പറയുന്നത് പാമ്പെന്ന് പറഞ്ഞ് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഒരിക്കലും ഒരു ഭീകര ജീവിയായിട്ട് ചിത്രീകരിക്കാതിരിക്കുക. പാമ്പുകൾ ഇല്ലാതെ വന്നാൽ നമുക്ക് ഭൂമിയിൽ ഇനി വരാൻ പോകുന്ന ആ തലമുറയിലെ കുട്ടികളെ നിങ്ങൾ എന്താ പറയുക, മാരകമായ അസുഖങ്ങൾ നിങ്ങൾ വിലക്കി കൊടുക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ ഓർമ്മ. ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു ചേര വീട്ടിൽ കയറി അപ്പോഴും പാമ്പിനെ പിടിക്കുന്ന ആളിനെ വിളിച്ച് പിടിക്കും. ഒരിക്കലും ചേരയാണെന്ന് പറഞ്ഞാൽ പിടിപ്പിക്കരുത്. കാരണം ചേര നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾ ക്ഷണിച്ചിട്ടല്ല. നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് എലിയെ പിടിക്കാനാണ്, തവളയെ പിടിക്കാനാണ്. അപ്പൊ ചേര വന്ന് നിങ്ങളുടെ വീട്ടിൽ തവളെ എലിയും പിടിച്ചു പോയി കഴിഞ്ഞാൽ അയ്യോ തേഞ്ഞ ഒട്ടിയാണ്,
സത്യം പറഞ്ഞ മനസ്സിൽ ഇങ്ങനെയാണ് വിചാരിച്ചത്. സത്യം ഉള്ളാരെയും പറയാനോ, ഞങ്ങൾ തിരുവനന്തപുരം സ്ലാങ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ, ഒന്നും തോന്നരുത് കേട്ടോ. തേഞ്ഞൊട്ടിയ ഇത് ആരുമില്ല, ഇന്ന് പാതലയ്ക്കേ പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ച് 7 മണിയാവും. എന്തായാലും 7 മണിയായി. അപ്പോഴാണ് എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിന് സന്തോഷമുണ്ട്. അതിലുപരി നിങ്ങൾ എല്ലാവരും ഈ KCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കോട്ടമുക്ക് ചുനക്കരയുടെ അല്ലെങ്കിൽ KCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ ചുമതലയേറ്റി എന്നുള്ളതിന്റെ തെളിവാണ് ഇത്രയും ഒരു ജനസാഗരം തന്നെയുള്ള അങ്ങറ്റം വരെ ആൾക്കാർ. ഞാൻ വന്നപ്പാരും ഇവിടെയൊക്കെ കത്തര ഒഴിഞ്ഞിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് നാട്ടുകാർക്കും പ്രത്യേകിച്ച് KCCക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതിനുപരി ഈ പരിപാടി രണ്ടാമത് പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലും അതിനുപരി ഇത്രയും വലിയ ട്രോഫി ഈ മുന്നിൽ വെക്കാൻ കഴിഞ്ഞതിലും ഈ കൊടുക്കാൻ പറ്റുന്ന ട്രോഫികളൊക്കെ ഈ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കാൻ കഴിയും. ഇനി ഒരുപാട് നൂറ്റാണ്ടുകൾ നിങ്ങളുടെ അടുത്ത തലമുറയും ഇത് പിന്നോട്ട് ഈ KCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നുള്ള പേരിൽ തന്നെ കൊണ്ടുപോട്ടെ എന്ന് സർവേശ്വരൻ ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്നു. എന്നുള്ള നമ്മൾ ചെറിയ ഏകദേശം 50ഓളം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിൽ അഭിനയിച്ച ഒരു പാമ്പതിഥിയെ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി. ഏകദേശം 50ഓളം സിനിമകളിൽ അഭിനയിച്ച ആളാണ്. അദ്ദേഹത്തെ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് വിടവാങ്ങേണ്ടതുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നത് കർണാടക എന്ന് പറയുന്നത് നമ്മൾ കൗമുദി ടിവിയുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു. 4-ാം തീയതി പോകേണ്ടതായിരുന്നു. ആ 3-ാം തീയതിയാണ് പുള്ളിക്കാരൻ എന്നെ വിളിക്കുന്നത്. അതാണ് ഞാൻ ഈ 6-ാം തീയതിക്ക് പരിപാടി മാറ്റിവെച്ചത്. എന്തായാലും ഒരേ ഒരു അതിഥിയെ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് വിടവാങ്ങാൻ ആഗ്രഹിക്കുന്നു. കാണാൻ നമുക്ക് എന്താ പറയുക, നമ്മുടെ സിനിമാ നടനെ കൂടി അല്ലെങ്കിൽ സിനിമാ നടിയെ കൂടി കണ്ടുകൊണ്ട് നമുക്ക് വിടവാങ്ങാം. ഇദ്ദേഹം നിങ്ങൾ കണ്ടു കോഴി എന്ന സിനിമയില് ആ കോഴി അഭിനയിക്കുന്ന കോഴിയെ കൊടുത്തത് ബാലരാമവർക്കുള്ള ഷാജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. പാമ്പ്, കോഴി, നായി എല്ലാം അദ്ദേഹത്തിന്റെ ഉണ്ട്. ഈ പാമ്പ് അത് ഇപ്പോഴത്തെ എല്ലാ സിനിമകളിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്ന പാമ്പാണ് ഇദ്ദേഹം. ഇപ്പൊ ഇദ്ദേഹം കർണാടകത്തിൽ എനിക്കുള്ളത് കന്നഡ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഷൂട്ട് നടന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് വരുമ്പോ എങ്ങനെ കൈവീശി വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ 2-ാം തീയതി നിർബന്ധിച്ചെടുത്തിട്ട് വന്നതാണ്. അതാണ് ഞാൻ ഇന്ന് തന്നെ മടക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ മടക്കി തിരിച്ച് രാത്രി തന്നെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് പോയിട്ട് കൊടുക്കേണ്ടതാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന് ഇന്ന് എലി ഭക്ഷണമായി കൊടുക്കേണ്ട ദിവസമാണ്. നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം അവിടെ വീട്ടിൽ നിന്ന് അദ്ദേഹമേ കൊടുക്കുള്ളൂ. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ അയ്യേ പാമ്പെന്നോ അയ്യോ പാമ്പെന്നോ പറയരുത്. നിങ്ങളുടെ ഈ നാട്ടുകാര് എല്ലാവരും ഒറ്റക്കെട്ടായി നമുക്കിവിടെ നമ്മുടെ ഈ പരിപാടിക്ക്, നമ്മുടെ വടംവലിക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രത്യേകിച്ച് പരിപാടിക്ക്, ഇപ്പൊ ക്രിക്കറ്റ് ടൂർണമെന്റ് താഴെ നടന്നു ഞാൻ കൊച്ചു മക്കളെ പരിചയപ്പെട്ടിരുന്നു. നമ്മൾ മക്കൾ പറയുന്നുണ്ടായിരുന്നു ടൂർണമെന്റ് നമുക്ക് നമ്മുടെ കേരളീയർക്ക് നമുക്ക് പ്രളയമോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ കടൽക്ഷോഭമോ വരുമ്പോഴല്ല നമുക്ക് ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ലാത്തത്. ഇതുപോലുള്ള സംഘടനകൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കട്ടെ. ഇവരുടെ പ്രവർത്തനം മാതൃകയായി നമ്മുടെ നാട്ടിൽ മാറട്ടെ എന്നാൽ വളരെ സന്തോഷമുണ്ട്. 2024 നമ്മുടെ 2024 10-ാം മാസം 6-ാം തീയതി വൈകുന്നേരത്ത് 6:30 ആരംഭിച്ച 7 മണിക്ക് ആരംഭിച്ച KCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അതുപോലെ നമ്മുടെ MLA അവർ നമ്മൾ വിട്ടുപോയി. MLA അവർ വന്ന് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് യാത്ര ട്രെയിനിലാണ് പോകേണ്ട സമയമായതുകൊണ്ട് അദ്ദേഹം നമ്മളെ വിളക്കൊക്കെ കത്തിക്കുന്നതിന് മുന്നേ അദ്ദേഹം വന്ന് ഈശ്വര പ്രാർത്ഥനയ്ക്ക് മുന്നേ അദ്ദേഹം വന്ന് നമ്മളെ അഭിസംബോധന ചെയ്ത് മടങ്ങിപ്പോയി. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നന്ദി. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. KCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കോട്ടമുക്ക് ചുനക്കരയുടെ ഈ 2024 6-ാം മാസം 10-ാം തീയതി പരിപാടിക്ക് വടംവലി മാമാങ്കത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചു. എല്ലാവിധ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവിധ നാട്ടുകാരുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ നന്മയും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 2024 ഇനി വരുന്ന നാളുകളൊക്കെ ദുരിതങ്ങളില്ലാത്ത വർഷമായി മാറട്ടെ. വയനാട് പോലുള്ള ദുരിതങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ, കടൽക്ഷോഭങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, അല്ലെങ്കിൽ കൊറോണ പോലെ മാറമായ അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും ആയിരം സൗഖ്യത്തോടെ ജീവിക്കട്ടെ എന്ന് സർവേശ്വരന്മാരുടെ ആത്മാർത്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും KCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കോട്ടമുക്കിന്റെ ഇന്നത്തെ വടംവലി മാമാങ്കത്തിന് എല്ലാവിധ ഭാവങ്ങൾ നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നിമിഷങ്ങൾ നേരുന്നു, നല്ല മണിക്കൂറുകൾ നേരുന്നു, നല്ല ദിവസങ്ങൾ നേരുന്നു, നല്ല ആഴ്ച നല്ല മാസങ്ങൾ, നല്ല വർഷം നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി നേർന്നുകൊണ്ട്, ശുഭരാത്രി നേർന്നുകൊണ്ട്, നല്ല നിദ്ര നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം. ഒരു അറിയിപ്പുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ ടീമുകൾ സ്റ്റേജിന്റെ പുറകിലെ ഓഫീസിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ടീമുകൾ സ്റ്റേജിന്റെ പുറകിൽ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഉദ്ഘാടകൻ
ശ്രീ ബാബ സുരക്ഷാബിന് KCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു ഉപകാരം കൊടുക്കുകയാണ്. അതിനായി ഈ പരിപാടിയുടെ രക്ഷാധികാരി സുരേഷ് ചുനക്കലെ ക്ഷണിക്കുന്നു.